നമസ്കാരം. സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ഇത്തവണ ഇന്ത്യൻ ഫുട്ബോളിൽ പലതും നേടാൻ ഉറച്ച് തന്നെയായിരുന്നു കൊൽക്കത്തൻ സംഘം ഈസ്റ്റ് ബംഗാൾ FC ഒരുങ്ങിയത്. കഴിഞ്ഞ സീസണിൽ സൂപ്പർ കപ്പ് നേടുകയും ഡ്യൂറാൻ കപ്പിൻ്റെ ഫൈനൽ വരെ എത്തുകയും ചെയ്തെങ്കിൽ ഇത്തവണ പലതും വെട്ടിപ്പിടിക്കാൻ ഒരുങ്ങി തന്നെയാണ് കാൾ സ്ക്വാദ്രാത്തും സംഘവും സീസൺ ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിലെ ഗോൾഡൻ ബൂട്ട് ജേതാവ് ദിമിത്രിയോസ് ഡയമൻഡക്കോസിനെയും ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ ഒരുക്കിയ മദീ തലാലിനെയും ടീമിലെത്തിച്ച് കരുത്തുകാട്ടിയ സംഘം വിജയത്തോടെ തന്നെ പുതിയ സീസണിൻ്റെ അരങ്ങേറ്റം ഗംഭീരമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഡ്യൂറാൻ കപ്പിൻ്റെ ആദ്യ മത്സരത്തിൽ എയർഫോഴ്സിനെതിരെ 3-1 വിജയം സ്വന്തമാക്കിയായിരുന്നു തുടക്കം. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഇത്തവണ ടീമിലെത്തിച്ച ദിമിത്രിയോസ് ഡയമൻഡക്കോസ് മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിലായിരുന്നു കളത്തിലിറങ്ങിയതെങ്കിൽ ഒരു ഗോളും ഒരു അസിസ്റ്റും ഒരുക്കി വിജയശില്പിയായാണ് അരങ്ങേറ്റം ഗംഭീരമാക്കിയതെങ്കിൽ കളം നിറഞ്ഞ് കളിച്ച മദീ തലാൽ അരങ്ങേറ്റത്തിൽ തന്നെ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരവുമായാണ് അരങ്ങേറ്റം നിറമണിയിച്ചിരിക്കുന്നത്. ആദ്യ പകുതിയിൽ ഒരു ഗോളിന് പിറകിൽ പോയ ശേഷമായിരുന്നു ഈസ്റ്റ് ബംഗാൾ FCയുടെ കരുത്തൻ തിരിച്ചുവരവ്. ഡേവിഡിൻ്റെ ഗോളിലൂടെ സമനില പിടിച്ച ഈസ്റ്റ് ബംഗാൾ FCക്കായി പിന്നാലെ ദിമിത്രിയോസ് ഡയമൻഡക്കോസും ശേഷം സൗൾ ക്രെസ്പോയുമായിരുന്നു വലകുലുക്കിയത്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും ഈസ്റ്റ് ബംഗാൾ FCയും ഒരേ ഗ്രൂപ്പിലാണ് എന്നതിനാൽ തന്നെ ഇരുവരും നേർക്കുനേർ വരുന്ന ഡെർബിക്കായാണ് ആരാധകരുടെ കാത്തിരിപ്പ്. ഇപ്പോൾ